ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് ചെയ്യണത്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടെയുള്ളൊരു മീൻ മുളകിട്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ടിന്നിൽ കിട്ടുന്ന ട്യൂണ മീനുണ്ടല്ലോ, അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് പകരമായിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീനിൽ ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കി അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇനി ചേർക്കേണ്ടത് ഒരു 2 നുള്ള് ഉലുവയാണ്. അപ്പോൾ ആ ഒരു ഉലുവയും കൂടി ഒന്ന് പൊട്ടി വരുമ്പോൾ ഇനി അതിലേക്ക് ചേർക്കുന്നത് വലിയ ജീരകം ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഉലുവയും അതുപോലെ തന്നെ ഈ ജീരകം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നല്ലൊരു പൊട്ടുന്ന ശബ്ദം വരും. ആ ഒരു സമയത്ത് നമുക്കിനി ചേർക്കേണ്ടത് ഒരു വലിയ സവാള, അതുപോലെ തന്നെ വലിയൊരു തക്കാളി, പിന്നെ വേണ്ടത് വലിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 4 വലിയ വെളുത്തുള്ളി. അതും കൂടെ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വഴണ്ടി വരണമെന്നൊന്നുമില്ല, ഒരു 1/4 ഭാഗത്തോളം വഴണ്ടി കിട്ടിയാൽ മതി. ഈ ഒരു സവാളയുടെയും തക്കാളിൻ്റെയൊക്കെ ഒരു പച്ചച്ചുവ ഉണ്ടല്ലോ, അതൊന്ന് മാറി കിട്ടിയാൽ മതി. കാരണം ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ള ഒരു കൂട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറിക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതേപോലെ ഒരു 1/4 ഭാഗത്തോളം വഴണ്ടി കിട്ടിയാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം ഇത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട മസാലപ്പൊടികളുണ്ടല്ലോ, അതൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുതൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് മൂന്നും കൂടെ നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലൊന്ന് ആക്കിയെടുക്കുക. എന്നിട്ടത് മാറ്റി വെച്ച ശേഷം ഒരു മൺചട്ടി ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കടുക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കടുക് ചേർത്തിട്ടില്ല, അതിന് പകരമായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചില്ലേ മസാലപ്പൊടികൾ, അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടണവരെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തത്. അതിനുശേഷം ഈ ഒരു പൊടികളുടെ ഒക്കെ ഒരു പച്ചച്ചുവ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ ആ ഒരു സവാളയും തക്കാളിയൊക്കെ അരച്ചെടുത്ത ആ ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തെന്ന് പറഞ്ഞല്ലോ, ആ ഒരു മസാലക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് ഒന്ന് തിളവന്ന് തുടങ്ങണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം മീൻ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനിത് ടിന്നിൽ കിട്ടുന്ന ട്യൂണ വെച്ചിട്ടാണ് ഈ ഒരു മീൻ കറി ചെയ്യണത്. ഇതിന് പകരമായിട്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനിലും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ചെയ്തെടുത്താൽ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഈ മീനൊന്ന് വേവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റോട് കൂടിയുള്ളൊരു മീൻകറിയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ കറിവേപ്പിലേക്ക് പകരമായിട്ട് ഒരു ഇത്തിരി മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മല്ലിയിലയുടെ ഫ്ലേവർ ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, നല്ല എളുപ്പമല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയാം. ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.